നമസ്കാരം, ഞാൻ ഡോക്ടർ ശില്പ പ്രകാശ്, ആയുർവേദ ഹോസ്പിറ്റലിലെ നാച്ചുറോപ്പതി ഡോക്ടറാണ്. നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും പോഷക സമ്പൂർണ്ണമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അത് നമ്മുടെ ശരീരം ശരിയായി തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നാം കഴിക്കുന്ന രീതി, കഴിക്കുമ്പോഴുള്ള മാനസികാവസ്ഥ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ന്യൂട്രീഷണൽ കണ്ടന്റ്, നമ്മുടെ കുടലിന്റെ ആരോഗ്യം, കരളിന്റെ ആരോഗ്യം, ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ന്യൂട്രിയൻസ് നമ്മുടെ കോശങ്ങളിലോട്ട് എത്തുന്നുണ്ടെന്ന് തീരുമാനിക്കുന്ന ഘടകങ്ങളാണ്. നാച്ചുറൽ സപ്ലിമെന്റ്സ് ആണ് ഇത് നല്ലൊരു പ്രതിവിധിയായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു ചിന്ത വരാം, നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറയിലുള്ളവർ അവർ ഈ സപ്ലിമെന്റ്സ് ഒന്നും കഴിക്കാതെ തന്നെയല്ലേ ഇത്രയും കാലം ആരോഗ്യത്തോടെ ജീവിച്ചതെന്ന്. അവരുടെ കാലത്ത് മണ്ണ് വളരെയധികം ന്യൂട്രിയൻസ് നിറഞ്ഞതായിരുന്നു. പക്ഷേ ഇപ്പോഴാകട്ടെ മലിനീകരണവും പെസ്റ്റിസൈഡ്സിന്റെ അമിതമായ ഉപയോഗവും കെമിക്കൽ വളങ്ങളുടെ ഉപയോഗവും മണ്ണിന്റെ സാധാരണ പിഎച്ചും ന്യൂട്രിയൻസും നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ള മണ്ണിൽ നിന്ന് ലഭിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളിലുമൊക്കെ പോഷകമൂല്യം വളരെയധികം കുറവായിരിക്കും. പഠനങ്ങൾ പറയുന്നത് 30 മുതൽ 50% വരെ പോഷകമൂല്യം ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറവാണെന്നാണ്. ഇത് പലതരം ഡെഫിഷ്യൻസികളിലേക്കും അതിലൂടെ പലതരം അസുഖങ്ങൾക്കും കാരണമാകും. അതിനാൽ നാം കഴിക്കുന്ന സമീകൃത ആഹാരത്തോടൊപ്പം നമുക്ക് ആവശ്യമുള്ള നാച്ചുറൽ സപ്ലിമെന്റ്സ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരുപോലെ ഗുണപ്രദമായ 3 നാച്ചുറൽ സപ്ലിമെന്റ്സിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തേത് ഒമേഗ 3. 70% ആളുകളിലും ഒമേഗ 3 കുറവാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഒമേഗ 3 എന്നാൽ ഒരു എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ആണ്. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൃദയാരോഗ്യത്തിനും രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാനും നല്ല മെമ്മറി പവറിനും ബ്രെയിൻ ഡെവലപ്മെന്റിനും കുട്ടികൾക്കും ഒരുപോലെ മുതിർന്നവർക്കും കഴിക്കാവുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഒമേഗ 3. ഏത് തരത്തിലുള്ള ഇൻഫ്ലമേഷൻസിനും ആസ്മ, അലർജി, സ്കിൻ ഡിസീസ് തുടങ്ങിയ കണ്ടീഷൻസിനും ഒമേഗ 3 കഴിക്കാവുന്നതാണ്. ഒമേഗ 3 എത്ര അളവിൽ കഴിക്കണമെന്ന് നോക്കാം. 1000 mgയുടെ ഒരു ക്യാപ്സ്യൂൾ ഭക്ഷണ ശേഷം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തത് വൈറ്റമിൻ ഡിയെ കുറിച്ചാണ്. ഇന്ന് വളരെയധികം ആളുകളിൽ കണ്ടുവരുന്ന ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. ശരീരവേദന, ക്ഷീണം, ഇൻഫെക്ഷൻസ്, മുടികൊഴിച്ചിൽ എന്നിങ്ങനെ വിട്ടുമാറാത്ത പല അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പലരും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നത്. അതിൽ ഡെഫിഷ്യൻസീസ് കാണുമ്പോൾ അതിന്റെ ലെവൽ അനുസരിച്ച് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് വേണ്ട സപ്ലിമെന്റ് വേണ്ട അളവിൽ കഴിക്കുന്നതാണ് ഉത്തമം. വൈറ്റമിൻ ഡി ഒരു ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻ ആയതിനാൽ ഒരു ഹെവി മീലിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു ഫാറ്റ് കണ്ടന്റ് നന്നായിട്ടുള്ള ഒരു ഭക്ഷണത്തിന്റെ കൂടെ വേണം ഈ വൈറ്റമിൻ ഡി കഴിക്കുവാൻ വേണ്ടി. അടുത്ത സപ്ലിമെന്റ് പ്രോബയോട്ടിക് ആണ്. പ്രോബയോട്ടിക് എന്നാൽ നല്ല ബാക്ടീരിയാസ് ആണ്. പുളിപ്പിച്ച ഭക്ഷണം, തൈര് എന്നിവയിലൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിലൂടെ പ്രോബയോട്ടിക്സ് നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടാനുള്ള മാർഗങ്ങൾ. നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയകളുടെയും ചീത്ത ബാക്ടീരിയകളുടെയും ഇംബാലൻസ് ആണ് പല രോഗങ്ങൾക്കും കാരണം. നമ്മുടെ ഇമ്മ്യൂണിറ്റി, ഡൈജഷൻ, കുടലിന്റെ ആരോഗ്യം എന്നിവയ്ക്കൊക്കെ പ്രോബയോട്ടിക്സിന് വളരെയധികം നല്ല പങ്കുണ്ട്. ഇത് ക്യാപ്സ്യൂൾ രൂപത്തിലും സാഷറ്റ് രൂപത്തിലും ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായ ഒരു ചോദ്യം വരാം, ഇത് ഭക്ഷണത്തിലൂടെ കഴിച്ചാൽ മാത്രം മതിയില്ലേ എന്ന്. നമ്മുടെ ശരീരത്തിലെ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരളവ് മതിയാവില്ല. ഒരു 20-25 കപ്പ് തൈര് നിങ്ങൾക്ക് ഒറ്റയടിക്ക് കുടിക്കാൻ പറ്റും? ഇല്ല. അതുപോലെ തണുത്ത ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർ, പുളിയുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കാൻ പറ്റാത്ത ആൾക്കാർ, അതുപോലെ ഏജ് ആയിട്ടുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ പ്രോബയോട്ടിക് ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ അല്ലെങ്കിൽ സാഷറ്റ് രൂപത്തിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഗുണപ്രദം. ഒരു ക്യാപ്സ്യൂൾ ഭക്ഷണത്തിന് മുമ്പോ ഭക്ഷണത്തിന് ശേഷമോ കഴിക്കാവുന്നതാണ്. ഇനി സാഷറ്റ് ആണെന്നുണ്ടെങ്കിൽ കഞ്ഞിയിൽ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വെറും 3 ന്യൂട്രീഷൻ സപ്ലിമെന്റ്സിനെ പറ്റി മാത്രമാണ്. ഇനിയും ധാരാളം ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ സാധാരണ ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അവർ തന്നെ കുറച്ച് സപ്ലിമെന്റ്സ് വാങ്ങിച്ച് സ്വന്തമായി കഴിക്കുന്നത്. അതൊരിക്കലും ഒരു നല്ല കാര്യമല്ല. നിങ്ങളുടെ ഡെഫിഷ്യൻസി അനുസരിച്ച് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം സപ്ലിമെന്റ്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.